ഞാൻ ഇത്രയും ചെയ്തു, എനിക്ക് ഇത്രയും കിട്ടണം. അവിടെ ഒരു ബിസിനസ് ആണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വരാൻ കുറച്ച് താമസിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്? അത് ഭഗവാനെ അറിയാതിരിക്കാനുള്ള കാരണം എന്താണ്? ഭഗവാൻ ദീനബന്ധു അല്ലേ? നമ്മൾ മനുഷ്യര് പോലും ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു മൃഗങ്ങളെ രക്ഷിക്കാൻ മനസ്സ് കാണിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും കടന്ന് ഈ സംസാര സമുദ്രത്തില് ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ഈ ദുഃഖങ്ങൾ തരുന്നു? എന്തുകൊണ്ട് അദ്ദേഹം വന്ന് നമ്മളെ രക്ഷിക്കണില്ല എന്ന് എല്ലാവർക്കും ചോദ്യം. കുറെ പേര് നല്ല സുഖമായിട്ട് കഴിയണു, കുറച്ചു പേർക്ക് ദുഃഖങ്ങൾ കൊടുക്കുന്നു. വളരെ വലിയ പാർഷ്യാലിറ്റി ഉള്ള ഒരു ഈശ്വരനാണോ ഞാൻ ഭജിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. ദീനബന്ധുവല്ലേ, ക്ഷിപ്രപ്രസാദിനിയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോ ഭഗവാനെ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിളി അവിടെ എത്താത്തത് എന്നാണ് വേദങ്ങൾ പറയുന്നത്. കാരണം അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മമത്വം. അതായത് മമത്വം, തൻ്റേത് എന്ന് വിശ്വസിക്കും. നമ്മൾ ഈശ്വരനെ മാത്രമേ ഉള്ളൂ നമ്മുടേതല്ലാതാക്കിയിട്ട്, ബാക്കി എല്ലാം നമ്മുടേതാണ് അല്ലെ? ആ ഒരു വിശ്വാസം, ബാക്കി എല്ലാത്തിനോടും വിശ്വാസമുണ്ട്. എൻ്റെ ബന്ധങ്ങള്, എൻ്റെ വസ്തുക്കള്, എൻ്റെ റിലേഷൻഷിപ്സ്, ഇതെല്ലാം എന്താ പറയാ എൻ്റെത്, അത് എൻ്റേത് മാത്രം. പക്ഷെ എൻ്റെ ഈശ്വരൻ എന്ന് പറയാൻ ധൈര്യമുണ്ടോ നമുക്ക്? എൻ്റെത് മാത്രമാണ്. എപ്പോഴാണ് നമുക്ക് ആ ധൈര്യം വരുന്നത്? ദുഃഖം വരുമ്പോ. അപ്പൊ പറയും എൻ്റെ ഭഗവാനെ എൻ്റെ. അതുവരെ എന്താ വല്ലവരുടെ ആയിരുന്നു അല്ലെ? വേണമെങ്കിൽ പോയി കണ്ട് എന്തൊക്കെയോ ചോദിച്ചിരുന്നു. അങ്ങനെയല്ല. നമ്മൾ എന്തൊക്കെ മമത്വം നമ്മുടെ ബന്ധങ്ങളോട്, നമ്മുടെ വസ്തുക്കളോട്, റിലേഷൻഷിപ്സിനോട് വയ്ക്കുന്നു, അതിൽ നിന്നാണ് നമുക്ക് കാമം, ആഗ്രഹം ഉണ്ടാക്കുന്നത്. ആ ആഗ്രഹങ്ങളെല്ലാം എവിടെയാ വരണം? ഈ മമത്വത്തിൽ നിന്നാണ്. അത് നടന്നില്ലെങ്കിലോ കോപം. നമ്മൾ ഒരു വസ്തുവിനെ ഇഷ്ടപ്പെട്ടു, ആ വസ്തു വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നു, വേറൊരാളുടെ കയ്യിൽ അത് കണ്ടു, എനിക്കത് വേണം. ഇല്ലെങ്കിൽ ബന്ധങ്ങളില് ഇത് എന്റേതാണ്, എൻ്റെ മാത്രമാണെന്നുള്ള ഒരു പൊസഷൻ വെക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്തുണ്ടായി? കോപമുണ്ടായി. അപ്പോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കണമെന്ന് ചോദിച്ചാല് നമ്മുടെ ആ ഒരു എല്ലാത്തിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളൊരു മൂല്യത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. നമ്മൾ പറയാം പത്മപത്ര നിവാസാംബു എന്നൊരു വാക്കുണ്ട്. കാരണം ഒരു താമര ഇലയിലെ ജലത്തുള്ളി പോലെ നമ്മൾ ജീവിക്കണം. കാരണം വാസന എന്ന് പറഞ്ഞത് വാസ് എന്നാണ്. അതായത് അതിൽ വസിക്കരുത്. വാസം എന്ന് പറഞ്ഞാൽ എന്താ? വാസം ചെയ്യരുത്. എന്തിലൊക്കെയാണോ മനസ്സ് വാസം ചെയ്യുന്നത്, എൻ്റെ വീട്, എൻ്റെ കുട്ടികളെ, ഞാൻ, എൻ്റെത്, എനിക്കുള്ളതിൽ വാസം ചെയ്യുന്നതിനെ വാസന എന്ന് പറയണമെങ്കിൽ അതിൽ വസിക്കരുതെന്നാ പറയുന്നത്. വാസ്ന, അതിൽ വസിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? എവിടെയാ വസിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ പരാശക്തിയിൽ വേണം നമ്മുടെ മനസ്സ് ഇരിക്കേണ്ടത്. അത് ഹൃദയത്തിലാണെന്നറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. ആവശ്യം വരുമ്പോൾ എവിടെയോ നോക്കി കരഞ്ഞു വിളിച്ചാൽ നമുക്ക് കിട്ടുമോ ഭഗവതിയെ? ഇല്ല. അമ്മയുടെ വാസം അറിയണം, അമ്മ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയണം. അതിനുള്ള